ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ട്രഡീഷണൽ ട്രീറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ പോയ ഒരു പഴം നമ്മുടെ നാട്ടിൽ പഴയ വീടുകളിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്ന ഒരു പഴമാണ്. പക്ഷെ നമ്മളത് ഉപയോഗിക്കാറില്ല. അത് കഴിച്ചാൽ എന്തോ മരിച്ചു പോകും അല്ലെങ്കിൽ എന്നൊക്കെയാണ് നമ്മുടെ ധാരണ കേട്ടോ. അപ്പം ഈ പഴം ഞാൻ എവിടെ പോയെന്നറിയാവോ? ഡൽഹിയിൽ പോയപ്പം അവിടെ ഇത് സാധാരണമായിട്ട് വിൽക്കുന്ന ഒരു സംഭവമാണ്. അതായത് റോഡിൻ്റെ തെരുവുകളിലെല്ലാം രണ്ട് സൈഡും വിൽക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. എനിക്ക് അതിശയം തോന്നി. ഞാൻ ചേച്ചിയോട് ചോദിച്ചത് എന്ത് സംഭവം, ഇങ്ങനെ ബബിൾസ് നാരങ്ങ പോലെ ഇരിക്കുന്ന സാധനം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി അത് ഇന്ന സാധനമാണെന്ന് പറഞ്ഞു തന്നു. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ വയ്യ. ഞാൻ എന്നിട്ട് അന്ന് ആ ജ്യൂസ് ഞാൻ വാങ്ങിച്ച് കുടിച്ചു അവിടെ വെച്ച്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. എൻ്റെ ദൈവമേ, നമ്മൾ വെറുതെ നമ്മുടെ ഇത് കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതെന്താണെന്നുള്ളത് കാണാനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. എന്താണെന്ന് ഞാൻ പറയും, ലാസ്റ്റേ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുടിച്ചിട്ട് മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വീഡിയോ കാണാൻ കുഴപ്പമില്ല. പക്ഷേ എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഇതിൻ്റെ ടേസ്റ്റും എൻ്റെ ഇതിൽ നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിന്. നല്ല സുഗന്ധവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമുള്ള ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ആ സംഭവം. സൗണ്ട് കേട്ടോ, നമ്മൾ ചിരട്ടയൊക്കെ ഇട്ട് കൊട്ടണമായ ഈ സംഭവം. അപ്പോൾ ഇതാണത്. അതിന് മുൻപ് ജ്യൂസ് ഉണ്ടാക്കി കാണല്ലേ. അതായാലും ഞാനിത് കുടിച്ചിട്ട് മരിക്കുമല്ലോ എന്നുള്ളതാണ് ഇന്നത്തെ തീരുമാനം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. എന്നിട്ട് അടിയിൽ നിങ്ങളുടെ എന്താ പറയുക, സ്നേഹങ്ങൾ ഒഴുകട്ടെ അങ്ങോട്ട്. അതായത് ലൈക്കായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക, ലവ് ചിഹ്നം ഉണ്ടല്ലോ, ഞാൻ പറയണത് അതങ്ങനെയാണ്. ലവ് ചിഹ്നമൊക്കെ ഒന്ന് ഞെക്കി ഇട്ടേക്കുക. ഒരു പാവം പോക്കോട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ അല്ലേ. അപ്പോൾ ഇന്ന് ഇതാണ് സംഭവം. അപ്പോൾ അവരവിടെ ഇതിനെ പൊട്ടിക്കണ കണ്ടപ്പോൾ, പൊട്ടിക്കാനൊരു പണിയാണ്. അപ്പോൾ അവരിങ്ങനെ അടിച്ച് തന്നെയാണ് അവർ എടുക്കുന്ന കണ്ടത്. ചപ്പാത്തി കോല് പോലത്തെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കും. അടിച്ചതിൻ്റെ തൊണ്ട് നമുക്ക് ആദ്യം കളയണം. ഇതൊക്കെ എവിടെ നിന്ന് വന്നട എന്നാരും വിചാരിക്കരുത്. നമ്മൾ വെറൈറ്റി സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. കണ്ടോ? ഇനി നമുക്ക് ഞാൻ കിച്ചണിലേക്ക് പോട്ടെ. പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വേണം അടുത്തത്. അപ്പം ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്ത് നല്ല സുഗന്ധമുണ്ട്. ഒരു പ്രത്യേക എന്താ പറയുക, നമ്മൾ എന്താണെന്ന് പറയാൻ പറ്റുള്ള പലതരം ഫ്രൂട്ട്സ് ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരു അരോമ, ഒരു നല്ല സുഗന്ധമാണ്. അപ്പം എന്തായാലും കണ്ട, നമ്മളിതിൻ്റെ തൊണ്ട് അങ്ങനെ പൊളിച്ച് കളഞ്ഞ ശേഷം, നല്ല ഹാർഡാണ്, ചിരട്ടയുടെയൊക്കെ പുറം പോലെ നല്ല ഹാർഡാണ് ഈ സംഭവം. അവിടെ ഇരിക്കട്ടെ, നമുക്ക് എടുക്കാൻ കണ്ട ഇങ്ങനെ തിക്കിയെടുക്കാം. അകത്തുള്ളതൊക്കെ കളയരുത്. നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഞാൻ അതിശയിച്ച് പോയിട്ടുണ്ട് ഇതവിടെ കുടിച്ചിട്ടേ. അപ്പം ബാക്കി മലയാളികളൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവിടെ നോക്കി അവരാരും ഇത് വാങ്ങി കുടിക്കണമെന്നില്ല. അപ്പോൾ എനിക്ക് ഈ വീഡിയോ പിടിക്കാനുള്ള ഇതും കൊണ്ടാണ് ഞാനത് അന്ന് ഇത് കുടിച്ച് നോക്കിയത്. പിന്നെ കുടിച്ചപ്പോഴുണ്ട് ദൈവമേ നല്ലൊരു ടേസ്റ്റ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തിളപ്പിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മൾ ജാമാക്കി വെക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ സ്ക്വാഷായിട്ട് ഇതിങ്ങനെ കലക്കി ഇത് പ്രിസർവേറ്റീവ്സോ എന്തെങ്കിലും നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ ഗുണം കുറയുന്ന അത്രേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ചിലപ്പം വിത്തുകൾ കാണാൻ സാധ്യതയുണ്ട്. ഇതിൽ വിത്തുകളധികം വന്നിട്ടില്ല. ആ വിത്തുണ്ടെങ്കിൽ അത് കഴിക്കും കേട്ടോ. വിത്തില്ല. വിത്തിൻ്റെ അകത്ത് ചെറുതാണ്.
അപ്പോൾ ഇത് മുഴുവനും ഇങ്ങനെ പൾപ്പ് എടുത്ത ശേഷം ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് ഇടണം. ഇത് വെള്ളമൊഴിച്ച് കുതിരാനിട്ട് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആവും, നന്നായിട്ട് പഴുത്തിട്ടില്ല എങ്കിൽ. എന്നിട്ട് ഇത് കൈ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ സ്മാഷ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഉണ്ടോ, അങ്ങനെ ഞെക്കി അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. നിറയെ ഫൈബറാണ് കേട്ടോ, അത് കാണുമ്പോൾ തന്നെ അറിയാം. ഫൈബർ നിറഞ്ഞു നിൽക്കുന്നൊരു സംഭവമാണ്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചതാ. ഞാനിതുപോലെ ഇങ്ങനെ പാത്രം മാറ്റിയെടുത്തു. നല്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസിൻ്റെ ഇതിലേക്ക് അരിച്ചത് കേട്ടോ. ഇത് നന്നായിട്ട് അരിച്ചെടുക്കും. കണ്ടോ, നോക്കിയാൽ നിറയെ ഫൈബറാണ് ഈ സംഭവം. എന്താ, നാരുകളാണ് മുഴുവനും. അതിൻ്റെ വിത്തും നാരുകളും മാത്രമാണ്. വിത്തിൻ്റെ ഇടയ്ക്ക് ഈ വിത്ത് ഒരെണ്ണം പോലും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യൂസറിലോ അല്ലെങ്കിൽ മിക്സിയിലോ അടിച്ചെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം, ഇത് അവർ കൈ വെച്ച് തന്നെയാണ് ഇങ്ങനെ എടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുരു ഇതിൻ്റെ ഉള്ളിലാണ്, ഈ നാരിൻ്റെ ഇടയ്ക്കാണ്. അതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ അതിന് കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ടാണ് അവരത് യൂസ് ചെയ്യാത്തത്. നമുക്ക് ഇനി ഇത് വേണമെങ്കിൽ ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ വേണമെങ്കിൽ ഇങ്ങനെ അരിച്ചെടുക്കാം. ഒരുവിധം തിക്കായിട്ടുള്ള നല്ല ഓറഞ്ച് ജ്യൂസൊക്കെ അടിച്ചെടുത്തോളും ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എന്തായാലും കുടിക്കണമെങ്കിൽ പഞ്ചസാര ഇല്ലാത്ത കളിയില്ലല്ലോ, ലേശം പഞ്ചസാര വേണമെങ്കിൽ ഇടാം. പിന്നെ അവർ ജീരകപ്പൊടിയൊക്കെ ഇടും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ഇത്, ഇവിടെ ആരും കുടിക്കില്ല കേട്ടോ. എൻ്റെ അത്ര ധൈര്യമൊന്നും ആർക്കുമില്ല, ഞാൻ തന്നെ കുടിക്കേണ്ടി വരും. അത് വേറെ വശം. എനിക്ക് പേടിയൊന്നുമില്ല, നമ്മൾ കുടിച്ച് നോക്കാം. വേണമെങ്കിൽ 2 ഐസ് ഇടാം. ഐസും എനിക്ക് പറ്റത്തില്ല, ഞാൻ യൂസ് ചെയ്യാറില്ല, കുടിക്കാറില്ല. യൂസ് ചെയ്യാറില്ല, ഞാൻ ഐസ് ഇതൊന്നും ഇട്ട് കുടിക്കാറില്ല അധികം. അല്ല നാരങ്ങവെള്ളത്തിൽ എങ്ങനെ ചെറിയൊരു തണുപ്പ് എടുത്താലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനിയാണ് എൻ്റെ അംഗം. ആരും പേടിച്ചു പോരുത് കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ജ്യൂസ് ഇതാ കുടിക്കാൻ പോവാണ്. കുടിക്കട്ടെ. ഇതിവിടെ ആർക്കും വേണ്ട, കാരണം എല്ലാവർക്കും പേടിയായി. ഇത് എന്ത് സാധനമൊക്കെ പറക്കിക്കൊണ്ട് നിൽക്കണത്, നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ഭ്രാന്താണല്ലോ. അപ്പം ഞാൻ ദേ കുടിക്കാൻ പോവാണ്. അടിപൊളി. അപ്പം ഈ വീഡിയോ എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ വീഡിയോ വരും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. ഇതിൻ്റെ പേര് ഞാനിപ്പോൾ പറയാം. ഇതിൻ്റെ പേര് വുഡ് ആപ്പിൾ എന്നാണ്. അപ്പോൾ ആ പേരിൽ നിന്നും ഇത് ഇംഗ്ലീഷുകാർ വരെ കുടിക്കുന്ന സാധനമാണ്. വുഡ് ആപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആപ്പിള് ആണ്, ഇതെന്തോ നല്ലൊരു സംഭവമാണെന്നുള്ള ഫ്രൂട്ടാണെന്നുള്ള മനസ്സിലായില്ലേ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് വരെ ഞാൻ ആരും കണ്ടിട്ടില്ല ഈ സാധനം. വെറുതെ നമ്മൾ തട്ടിക്കളിച്ച് കളയുള്ളൂ. അങ്ങനെ ഒരു ഇതാണിത്. വുഡ് ആപ്പിൾ എന്നാണ് പേര്. ഇനി ഞാൻ ഇതിൻ്റെ ഒറിജിനൽ പറയട്ടെ മലയാളത്തിൽ. ഇത് വേറെ ഒന്നുമല്ല, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നമ്മൾ ഈ ഭഗവാന്മാർക്കൊക്കെ ഇഷ്ടമുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ഔഷധ ഗുണമുള്ളതായിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം. കൽക്കണ്ടം, മുന്തിരിങ്ങ, ഏത്തപ്പഴം, നെയ്യ്, പാല്, തേന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് എന്ന് പറഞ്ഞ മാതിരിയുള്ള എല്ലാം വളരെ ഔഷധ ഗുണമുള്ളതും ശരീരത്തിന് വളരെ നല്ല ആവശ്യമായിട്ടുള്ള സംഭവം. അതുപോലെയാണ് ഈ കൂവളത്തിൻ്റെ മാല അല്ലേ. അപ്പോൾ മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കൂവളത്തിൻ്റെ പഴയ വലിയ കൂവളം ഉണ്ടെങ്കിൽ ഇതെന്നെ കയ്യിൽ നിന്ന് ചോദിക്കട്ടെ, ഇതൊന്നും പ്രശ്നമൊന്നുമല്ല. അത് ഇന്നലെ ഒരു തിരുവാതിരകളി അടിച്ചപ്പോൾ ഇട്ട മൈലാഞ്ചി. അപ്പോൾ അതിൻ്റെ വലിയ കൂവളം ഉള്ളിടത്താണ് അതിൻ്റെ കായ ഉണ്ടാവുള്ളൂ. കായ പഴുത്ത് താഴെ ചാടിയ ശേഷം എടുക്കുന്നതാണ് ഈ പറഞ്ഞ വുഡ് ആപ്പിൾ, അതായത് കൂവളപ്പഴം. നല്ല ടേസ്റ്റ്, ഒരു പ്രത്യേക രുചിയും, അത് നല്ല ഗുണങ്ങളുണ്ട്. ഗുണങ്ങൾ ഒരുപാടുണ്ട്. പറയാൻ പോയപ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തായിപ്പോൾ. അതായത് പണ്ട് കാട്ടിൽ ഈ യോഗികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനത്തെ ഫലമൂലാദികൾ കഴിച്ചിട്ടാണല്ലോ തപസ്സിരിക്കുകയും വിശപ്പടക്കമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരുന്നതാണ് അന്ന് കണ്ടുപിടിച്ചതായിരിക്കണം. അതുകൊണ്ടായിരിക്കും നോർത്തിൽ
ഇത് എല്ലാ റോഡ് സൈഡിലും ഈ കായ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ നോർത്തിലൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ട് വെച്ചത്. അടിപൊളി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്നോർത്ത് വല്ല കായൊക്കെ പറക്കി ഇതുപോലെ കഴിച്ചേക്കരുത് കേട്ടോ. കൂവളത്തിൻ്റെ കായപ്പഴം തന്നെ വേണം. അത് വലിയ കൂവളം, പഴയ നാട്ടിലെ തറവാടുകളിലൊക്കെ വലിയ കൂവളത്തിൻ്റെ ആ കായ പഴുത്ത് വീണാലുണ്ട്. അത് അതിൻ്റെ ആ തൊണ്ടിനൊക്കെ ഉണ്ടല്ലോ, ഈ തൊണ്ടിനൊക്കെ ഇങ്ങനെ ഇങ്ങനെ മാന്തിയിട്ട് നമ്മൾ മണത്ത് നോക്കിയാൽ നല്ല മണമാണ്. അത് നോക്കി വേണം കേട്ടോ. വല്ല കായൊക്കെ പറക്കി കഴിക്കരുത് കേട്ടോ. ഞാൻ യൂട്യൂബ് കാണിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇതൊരു വെറൈറ്റി ജ്യൂസാണ്. ഓക്കെ, അതായത് വേറെ ഒന്നും ചേർക്കണ്ട, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ജ്യൂസ്. കറണ്ടും വേണ്ട, മിക്സിയും വേണ്ട, ഒന്നും വേണ്ട, ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. വളരെ ഗുണമുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. അത് എന്താണ് ലവ് ചിഹ്നവും കൂടെ ഒന്ന് ഇട്ടിട്ട്, എൻ്റെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻസ് ഇടണം കേട്ടോ. അഭിപ്രായങ്ങളൊന്ന് പറയണേ. ഓക്കെ, ബൈ.